ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ കുമ്മനം രാജശേഖരനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സ്വന്തം മണ്ഡലത്തിലെ പര്യടനത്തോടൊപ്പം സംസ്ഥാനത്ത് മുഴുവൻ എൻ.ഡി.എ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി കുമ്മനം എത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്തെ വിശേഷങ്ങളും ബി.ജെ.പിയുടെ പ്രതീക്ഷകളുമായി ഇന്ന് കുമ്മനത്തോടൊപ്പം. വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ ബി.ജെ.പി, വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ ബി.ജെ.പി. കേരളത്തിൽ ഏതു വിധേനയും താമര വിരിയിക്കുക എന്നതാണ് ബി.ജെ.പി നേതൃത്വത്തിന്റെ ലക്ഷ്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് പാർട്ടി നേതൃത്വവും അണികളും. ഇടതു വേണ്ട വലതു വേണ്ട, ഇവിടെ വേണ്ടതു താമര, ഇനി ഇവിടെ വേണ്ടതു ബി.ജെ.പി. വോട്ടു ചെയ്യുക ബി.ജെ.പിയുടെ മുന്നണിക്കായി കൂട്ടരെ. ഇടതു വേണ്ട വലതു വേണ്ട, ഇവിടെ വേണ്ടതു താമര, ഇനി ഇവിടെ വേണ്ടതു ബി.ജെ.പി. ബി.ഡി.ജെ.എസ് അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി ബി.ജെ.പി രൂപീകരിച്ച എൻ.ഡി.എ സഖ്യം സംസ്ഥാനത്ത് മിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന് കളമൊരുക്കിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറാനാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. നിർണായക വേളയിൽ പാർട്ടിക്കും മുന്നണിക്കും നേതൃത്വം നൽകി മുൻനിരയിൽ നിൽക്കുകയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ കുമ്മനം രാജശേഖരൻ. വട്ടിയൂർക്കാവിനെന്നും ആവേശമേകുവാൻ വരവായിതാ, കുമ്മനം രാജശേഖരൻ, കുമ്മനം രാജശേഖരൻ, കുമ്മനം രാജശേഖരൻ. മേലേക്കട്ടയ്ക്കൽ ആദം കോളനിയിലെ ഗൃഹസമ്പർക്കത്തോടെയാണ് ഇന്നത്തെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. വീടിന്റെ ഉമ്മറപ്പടികളിൽ കാണുന്നവരോട് നിറഞ്ഞ ചിരിയും കൂപ്പുകൈകളുമായി കുമ്മനം അനുഗ്രഹം തേടി. നമ്മുടെ ചിഹ്നം പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ കുമ്മനത്തിന് സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനെത്തേണ്ടതുണ്ട്. വട്ടിയൂർക്കാവിൽ നിന്ന് മാറി നിൽക്കാനുമാവില്ല. എന്നാൽ പോലും താഴെത്തട്ടിലേക്കുള്ള വോട്ടർമാരിലേക്ക് നേരിട്ടിറങ്ങുന്നതിന് കുമ്മനം സമയം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ആവേശകരമായ സ്വീകരണമാണ് ഓരോ പ്രദേശങ്ങളിലും പാർട്ടി പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് ഒരുക്കിയിട്ടുള്ളത്. കിള്ളിയാറൊഴുകും തീരത്ത് വട്ടിയൂർക്കാവിനോരത്ത് ജനങ്ങള് തേടി തേടി കണ്ടെടുത്തൊരു കുമ്മനം രാജേട്ടൻ. ആറ്റുകാൽ ദേവിയുടെ നാട്ടിൽ പത്മനാഭസ്വാമിയുടെ നാട്ടിൽ പത്മം വിരിയിക്കാൻ ഒരു കുമ്മനമെന്ന രാജശേഖരൻ. കുമ്മനം രാജശേഖരൻ എന്ന വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയേക്കാൾ വലിയ ഉത്തരവാദിത്വത്തിലാണ് കുമ്മനം രാജശേഖരൻ എന്ന ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ്. മത്സരരംഗത്തുള്ള ദേശീയ പാർട്ടികളിൽ അധ്യക്ഷ പദവിയിലിരുന്ന് തെരഞ്ഞെടുപ്പിൽ അംഗം വെട്ടുന്ന ഏക നേതാവും കുമ്മനമാണ്. അതുകൊണ്ടുതന്നെ കുമ്മനത്തിന്റെ മൊബൈലിനും ഇടവേളയില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു ബി.ജെ.പിയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? സംസ്ഥാനത്ത് ഏത് തരത്തിലൊരു മുന്നേറ്റം ബി.ജെ.പിക്ക് നടത്താനാകുമെന്നാണ് ഈ നിലയിൽ ഒരു പ്രതീക്ഷിക്കുന്നത്? കേരളത്തിൽ ഒരു ബദൽ രാഷ്ട്രീയ മുന്നണി വളരെ സക്രിയവും സജീവവുമാണ്. വിജയ പ്രതീക്ഷയോടുകൂടി മുന്നേറുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് കേരളത്തിൽ ഏവർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചുകൊണ്ട് പരിവർത്തനവും നവോത്ഥാനവും ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ജനമുന്നേറ്റം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നാളിതുവരെ ഉണ്ടാകാത്തതാണ്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയം ഇന്നൊരു വഴിത്തിരിവിലാണ്. ആ ഒരു മാറ്റത്തിൻ്റെ പതാകവാഹകരായി ചാലകശക്തിയായി എൻ.ഡി.എ ഇന്ന് കേരളത്തിൽ വളർന്നു വികസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമകാലീന രാഷ്ട്രീയ യാഥാർത്ഥ്യം. 11 ഘടകകക്ഷികളുമായ എൻ.ഡി.എയുടെ കേരള ഘടകം രൂപം കൊണ്ടു കഴിഞ്ഞു. ബി.ഡി.ജെ.എസ് അടക്കമുള്ളവർ ഇതിലംഗങ്ങളാണ്. ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം ബി.ജെ.പിക്ക് മുന്നണിക്ക് എത്രത്തോളം സഹായകരമാകുമെന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ? ഈ വലിയ കക്ഷികളും വലിയ കക്ഷികളും എന്നുള്ള നിലയിലല്ല, ഓരോ കക്ഷികൾക്കും അവരുടേതായിട്ടുള്ള പോക്കറ്റുകൾ, അവരുടേതായിട്ടുള്ള സ്വാധീന മേഖലകളുണ്ട്. ആ സ്വാധീന മേഖലകൾ എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ സംയുക്തമായി ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന വലിയൊരു ശക്തി കേരളത്തിലുണ്ട്. അതാണ് LDFനും UDFനും എതിരായിട്ടുള്ള രാഷ്ട്രീയ ബദൽ ശക്തിയായി NDA വളർന്നിരിക്കുന്നത്. അത് പരസ്പര പൂരകമായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസത്തോടും സഹകരണത്തോടും കൂടി 12-ൽ പരം കക്ഷികൾ ഒത്തൊരുമിച്ച്
ഭാരതീയ ജനതാ പാർട്ടിയും BDJS തുടങ്ങിയിട്ടുള്ള എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. NDAയുടെ ബാനർ. പൊരുവെയിലത്തും തളരാത്ത വീര്യവുമായാണ് കുമ്മനം രാജശേഖരൻ പ്രചാരണ രംഗത്ത് മുന്നേറുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ പ്രചാരണം നട്ടുച്ചയ്ക്കും സജീവമായി തുടരുകയാണ്. രാവിലെ തുടങ്ങിയിട്ട് ഒരു വെയിൽ കടുക്കുമ്പോൾ പ്രചരണം നിർത്തിയിട്ട് പിന്നെ വെയിൽ മാറിയിട്ട് രംഗത്തിറങ്ങുക. അപ്പോൾ രാജേട്ടൻ പൊരുവെയിലത്തും ശക്തമായിട്ട് മുന്നേറാണ്. എന്താ ഒരു തരത്തിലൊരു അന്തരീക്ഷ ചൂടിനെ കവച്ചു വയ്ക്കുന്ന പ്രചരണ ചൂടാണോ? അതെ, നമ്മുടെ ഉള്ളിലും ചൂടാണ്. ഉള്ളിൽ തണുപ്പില്ല. ഒന്ന് ഈ ചൂടും വെളിച്ചവുമാണല്ലോ നമ്മളെ നയിക്കുന്നത്. ഇപ്പോൾ വെളിച്ചമുണ്ട്, ചൂടുമുണ്ട്. അപ്പോൾ ഒരു ഈ കാര്യത്തിലൊരു വിട്ടുവീഴ്ച പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. സത്യവും അസത്യവും തമ്മിലാണ്, നീതി അനീതിയും തമ്മിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വിട്ടുവീഴ്ച കാണിക്കാൻ ഒക്കുകയില്ല. കാരണം ഇപ്രാവശ്യം നീതിക്കും സത്യത്തിനും ധർമ്മത്തിനും ജയിച്ചേ പറ്റും. അല്ലെങ്കിൽ ഈ കേരളം നമുക്ക് നഷ്ടപ്പെടും. മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തിന് വളരണം. കേരളം സമൃദ്ധമായ, സ്വയം പര്യാപ്തമായ, സുശക്തമായ ഒരു സംസ്ഥാനമായിട്ട് മാറണം. ആരോഗ്യമുള്ള കേരളം. അപ്പോൾ ആ ഇതൊരു നിലനിൽപ്പിൻ്റെ വിഷയമാണ്. കേരളത്തിന് നിലനിൽപ്പ് വേണോ വേണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ കടുത്ത ചൂടിലും വിശ്രമമില്ലാതെ ഈ ഒരു പ്രചരണത്തിൽ നിൽക്കുന്നതിന് ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഇച്ഛാശക്തിയാണല്ലോ ഇതിൻ്റെ ആവശ്യം. ഇച്ഛാശക്തി ഉള്ളിടത്തോളം കാലം ആരോഗ്യം ഒരു പ്രശ്നമല്ല. കാരണം നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, പിന്നെ ഈ കൂടെ നിൽക്കുന്നവരുടെ ആവേശം, ജനങ്ങളുടെ ആവശ്യം, ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് കഴിയുമ്പോൾ എങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റും? അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇച്ഛാശക്തിയാണ് ഇതിൻ്റെ അകത്തെ ആവശ്യം. അതിലാണ് പിടിച്ചു നിൽക്കുന്നത്. ഇരു മുന്നണികളും ഒരു പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന BJPയുമായി ബന്ധപ്പെടുത്തിയാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം UDF BJP രഹസ്യബന്ധം, UDF പറയുന്നു LDF BJP രഹസ്യബന്ധം. ഈ തരത്തിൽ അവർ പരസ്പരം BJPയെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പരസ്പര ആരോപണ പ്രത്യാരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. BJP അത്രത്തോളം ഇരു മുന്നണികളും ആ ഒരു ഭയപ്പാടോടുകൂടി കാണുന്നു എന്നാണോ എന്ന് വിലയിരുത്തേണ്ടത്? ഇരു മുന്നണികളും ഈ BJPയുടെ സമീപകാല രാഷ്ട്രീയ രംഗത്തെ കുതിച്ചുചാട്ടം അവരിൽ സംഭീതി ഉളവാക്കിയിട്ടുണ്ട്. ആ വിഭ്രാന്തിയിൽ നിന്നാണ് വാസ്തവത്തിൽ അവർ രണ്ടു കൂട്ടരും ഇപ്പോൾ BJPയെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ തന്നെ പിണറായി വിജയനും രമേശ് ചെന്നിത്തല ഒരേ കാര്യമല്ലേ പറയുന്നു. കാനൻ രാജേന്ദ്രനും അത് തന്നെയാണ് പറയുന്നത്. അതായത് വേണ്ടി വന്നാൽ ഞങ്ങൾ BJPയെ തോൽപ്പിക്കാൻ ഒരുമിക്കുമെന്നാണ്. അപ്പോൾ AK ആൻ്റണിയും ബംഗാളിലെ ആ ഒരു ബന്ധം ഇവിടെ തുടരുമോ എന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം പറയാറായിട്ടില്ലെന്നാണ്. അദ്ദേഹം അത് നിഷേധിക്കുന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അവർ തമ്മിലുള്ള അവിഹിത ബന്ധം, ഒരു അവിശുദ്ധ ബന്ധം, അത് പുറത്ത് വരാതിരിക്കാൻ BJP വെറുതെ കുറ്റപ്പെടുത്തുകയാണ്. രണ്ടു കൂട്ടരും ഒരുപോലെ BJPയെ കുറ്റപ്പെടുത്തുകയാണ്. അതിൻ്റെ അർത്ഥം രണ്ടു കൂട്ടർക്കും ഒരുപോലെ BJP ശത്രുവാണ്. BJPയുടെ വളർച്ചയെ തടയണം. BJPയുടെ ഒരിക്കലും ഒരു സീറ്റ് പോലും നേടിയെടുക്കാത്ത വിധത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പുറന്തള്ളപ്പെടണം. കാരണം അക്രമ രാഷ്ട്രീയത്തെയും അഴിമതി രാഷ്ട്രീയത്തെയും ഏറ്റവും അധികം ശക്തിയോടുകൂടി എതിർത്തുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഉൾക്കൊള്ളുന്ന NDA ഇവിടെ ഭരണത്തിലേറുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അഴിമതി, അക്രമവും എല്ലാം സ്വന്തം രാഷ്ട്രീയ പ്രവർത്തന ശൈലിയായി സ്വീകരിച്ചിരിക്കുന്നവർക്ക് BJPയുടെ ഈ ഒരു കുതിച്ചുചാട്ടം, ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ ജനമുന്നേറ്റം, വലിയൊരു സംപ്രാതി ഉളവാക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇന്ന് വാസ്തവത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ശത്രുവിൻ്റെ ശത്രു മിത്രമാകുന്നു എന്ന് പറയുന്ന അതേ ഒരു തത്വമാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അഴിമതിക്കെതിരായിട്ടും അതുപോലെ തന്നെ ഇരു മുന്നണികളുടെയും കെടുകാര്യസ്ഥതയ്ക്കും എതിരായിട്ടാണ് BJP പ്രചാരണം നടത്തുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീശാന്ത്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില ആരോപണങ്ങൾ, അപ്പം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടിയും നേരിട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്ത് ജനകീയ മുഖമാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്?
അത് കേസുകൾ രജിസ്റ്റർ ചെയ്യുക, അത് കോടതിയിൽ അത് തെളിയിക്കാൻ കഴിയാതെ വരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഒരാളെങ്ങനെ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റും? ഒരു കേസിൽ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ കുറ്റക്കാരനാവുക അർത്ഥമില്ല. ഒരു കോടതിയും ഇവിടെ ഇതേവരെ ശ്രീശാന്ത് കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേസിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ ഇവിടെ ഉൾപ്പെടാത്തവരാരാവുള്ളത്? അച്യുതാനന്ദനും മറ്റേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KM മാണിയും കുഞ്ഞാലിക്കുട്ടിയും അങ്ങനെ എത്രയെത്ര രാഷ്ട്രീയ നേതാക്കൾ അവരെല്ലാവരും കേസിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കേസിൽപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാൻ ഈ നാട്ടിൽ സാധിക്കും എന്നുള്ളത് കൊണ്ട്, കേസിൽ ഏതെങ്കിലും വിധത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അയോഗ്യനാവില്ല. അങ്ങനെയാണെങ്കിൽ നോമിനേഷൻ തള്ളിക്കളയണമായിരുന്നു. ശിക്ഷ നേടിയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഇവിടെ മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രീശാന്ത് എല്ലാ വിധത്തിലും യോഗ്യനാണ്. ശ്രീശാന്തിനെതിരെ ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം നിരപരാധിയാണ് എന്ന് കോടതി പറയുമ്പോൾ അത് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു കായിക പ്രതിഭ, ഇന്ന് ഭാരതത്തിൻ്റെ അഭിമാനമായി ക്രിക്കറ്റ് രംഗത്ത് തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന കഴിവുറ്റ ഒരു മലയാളി, ആ കായിക പ്രതിഭയ്ക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഇടം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ രംഗപ്രവേശം ചെയ്യിച്ചതിൽ BJP അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് അതിലൊരു തെറ്റുമില്ല. ഇരുൾ ദൂരെ മായുന്നു പുലരിയിൽ താമരത്തളിരുകൾ വിരിയുന്നു ദേശമാകെ. ഇനിയുമെന്തേയുറങ്ങുന്നു നാം കേരള പെരുമയിൽ കരിനിഴൽ വീണിടുമ്പോൾ, കേരള പെരുമയിൽ കരിനിഴൽ വീണിടുമ്പോൾ. ഇടയ്ക്ക് ചെറിയ വിശ്രമവേള. BJP നേതാവിന്റെ പര്യടനമായതുകൊണ്ടാവും പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ തയ്യാറാക്കിയത് പാർട്ടിയുടെ തനത് നിറമോർമ്മിപ്പിക്കുന്ന ഓറഞ്ച് മാമ്പഴം ജ്യൂസുകൾ മാത്രം. വിശ്രമത്തിനിടയിലും ഒപ്പം നിൽക്കുന്നവരോടും കുശലാന്വേഷണത്തിന് വരുന്നവരോടും നിലപാട് വ്യക്തമാക്കി കുമ്മനം വോട്ടുറപ്പിക്കാൻ കേരളത്തിന്റെ പകുതി പോലും മഴ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇത്രയും ചൂടും ചൂടും കൂടുതലാണ്. ഇത്രയും ചൂട് ഇവിടെ ഉണ്ടായതിൻ്റെ ഉത്തരവാദി തെറ്റത് തന്നെയാണ്. മരമുണ്ടോ? ഇല്ല. ഉള്ള പുഴയിലെ മണലെടുത്ത് പാടങ്ങളൊക്കെ മൂടി. നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരൻ. നമ്മുടെ ചിഹ്നം താമര. മാനവ സേവയാണ് യഥാർത്ഥ മാധവ സേവ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ച ആദർശ രാഷ്ട്രീയത്തിന്റെ ആരൂപമായി രാഷ്ട്രീയ ഗുരുവിന് ശ്രീ കുമ്മനം രാജശേഖരൻ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. പാർട്ടിയെ നയിക്കുന്നതിന്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ഒരു സാഹചര്യത്തിൽ നിർണായക വേളയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം പാർട്ടിയെ നയിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കുമ്മനം രാജശേഖരനെയാണ്. കുമ്മനം രാജശേഖരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളീയ പൊതുസമൂഹത്തിൽ ഒരു പരിസ്ഥിതി സൗഹൃദ മുഖമാണ് ഓർമ്മ വരിക. ആ രീതിയിലൊരു പരിസ്ഥിതിയും വികസനവും മുന്നിൽ വെച്ചുകൊണ്ടുള്ള പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവുമാണ് കുമ്മനം രാജശേഖരൻ നടത്തിയിട്ടുള്ളത്. ആ ഒരു സ്വാധീനം തെരഞ്ഞെടുപ്പിൽ BJPക്ക് സഹായകരമാകുമെന്ന് വിലയിരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കേരളം ദാഹിക്കുന്ന, കേരളം വളരെ നാളുകളോളമായി ആഗ്രഹിക്കുന്ന ഒരു പാരിസ്ഥിതിക രാഷ്ട്രീയത്തിൻ്റെ ഒരു ചുവടുവയ്പ് വാസ്തവത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കേരളത്തെ ആഗ്രഹിക്കുകയാണ്. കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ എല്ലാവരും പ്രകൃതിയെ ദുഷിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തിട്ടുള്ളവരാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ അധികാര രംഗത്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അല്പം പോലും കുടിക്കാൻ വെള്ളമില്ലാതെ ഈ കേരളത്തിലെ ജനങ്ങൾ വലയുന്നതിൻ്റെ കാരണം എന്താണ്? മഴയില്ലാത്തത് കൊണ്ടല്ലല്ലോ. നമുക്ക് ആവശ്യത്തിന് മഴ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ പകുതി പോലും മഴ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം ഇല്ലല്ലോ. ഇത്ര വലിയ ചൂടുമില്ല. കേരളം ഇത്രയധികം ചുട്ടുപഴുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ മരങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. 45,000 ഹെക്ടർ വനഭൂമി നശിപ്പിച്ചു. ഇവിടെ ഏതാണ്ട് 3.5 ലക്ഷത്തോളം ഹെക്ടർ നെൽവയൽ മണ്ണിട്ട് മൂടി. കുന്നും കാവും കുളവും പുഴയും ഒക്കെ നശിപ്പിച്ചവരാണ്. ഈ 60 വർഷക്കാലം കൊണ്ട് ഇത് നശിപ്പിച്ചവർ ഇതിന് സമാധാനം പറയണം. ഇപ്പോൾ കുടിവെള്ളം കിട്ടാനില്ലാത്തതിൻ്റെ ഉത്തരവാദികൾ അവരാണ്. ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വെക്കുന്ന രാഷ്ട്രീയം. ഈ പാരിസ്ഥിതിക രാഷ്ട്രീയം ഇന്ന് കേരളത്തിന് വളരെ ആവശ്യമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇവിടെ. അതുകൊണ്ടാണ് AK ആൻ്റണിയും പിണറായി വിജയനുമൊക്കെ അപ്രസക്തമായ വിഷയങ്ങൾ പൊതുചർച്ചയ്ക്ക് കൊണ്ടുവരികയാണ്. യാതൊരു പ്രസക്തിയില്ലാത്ത വിഷയങ്ങൾ. ഇവരാരും ഈ പാരിസ്ഥിതിക വിനാശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും ജനങ്ങളുടെ ഏറ്റവും വലിയ നിലനിൽപ്പിൻ്റെ പ്രശ്നം പോലും അപകടത്തിലാകും ഇനി ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ എന്ന് വിശ്വസിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല. ഇവിടെ കോൺഗ്രസ്സില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. പാരിസ്ഥിതിക വിനാശം
അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൗരവമേറിയ വിഷയമല്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് ഇതൊരു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും തൊഴിലിനും നീതിക്കും വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. പരിസ്ഥിതിയും വികസനവും രണ്ടും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനെ രണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഈ പരിസ്ഥിതിയെയും വികസനത്തെയും ഒത്തുണക്കിക്കൊണ്ടുള്ള ഏത് തരത്തിലുള്ളൊരു പ്രവർത്തനമായിരിക്കും NDA രൂപകൽപ്പന ചെയ്യുക? ഈ പരിസ്ഥിതിയും വികസനവും രണ്ടാണ് എന്ന് എങ്ങനെയോ ആളുകൾ ധരിച്ചിരിക്കുകയാണ്. അത് പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകമാണ്. അത് കോൺട്രഡിക്റ്ററി അല്ല, സപ്ലിമെൻ്ററി ആൻഡ് കോംപ്ലിമെൻ്ററി. ഒരിക്കലും രണ്ടും വിരുദ്ധമല്ല. വിരുദ്ധമാണ് എന്ന് ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് ഈ പാരിസ്ഥിതിക സംരക്ഷണം എന്ന് പറയുന്ന സന്ദർഭത്തിൽ അവരെയൊക്കെ വികസന വിരോധികളായിട്ട് ഓരോരുത്തരും മുദ്രകുത്തുകയാണ്. മുദ്രകുത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷേ പാരിസ്ഥിതിക വികസനം, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രക്രിയ ഈ കേരളത്തിന് ഇന്ന് അതാണ് ആവശ്യം. എന്തിനാണ് ഇത്രയധികം ഈ പാടശേഖരങ്ങൾ മണ്ണിട്ട് മൂടി കൃഷിയെ നശിപ്പിച്ചുകൊണ്ട് എന്ത് വികസനം ഉണ്ടാക്കാനാണ്? എല്ലാവരും പറയുന്ന വികസനം കോൺക്രീറ്റ് മന്ദിരങ്ങൾ പണിയുക എന്നുള്ളതാണോ? അതോ ഈ പാടങ്ങളൊക്കെ നികത്തി അവിടെയൊക്കെ വീടുകൾ കെട്ടി വലിയ കോൺക്രീറ്റ് മന്ദിരങ്ങൾ പണിതാൽ വികസനമായി എന്നാണോ? വികസന സങ്കല്പം എന്താണ്? ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തകന്റെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പനേരത്തെ വിശ്രമവേളയിൽ വീട്ടിലെ ദേവുവിന്റെ വക ഒരു കുമ്മനം ഗാനം. കുമ്മനം നമ്മുടെ കുമ്മനം നാടിൻ പൊന്മുത്താണ്, താമര നമ്മുടെ താമര നാടിൻ അഭിമാനമാണ്. കുമ്മനവും മോദിജിയും ഈ വനി മുഴുവൻ വികസനത്തിൻ പെരുമഴയും. കേന്ദ്ര സർക്കാരിൻ്റെ പല വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടി തന്നെയാണ് BJP നേതൃത്വം തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പാചകവാതക ഇന്ധനവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി അത് BJPക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രതികൂല സാഹചര്യമായി നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ആഗോള പ്രതിഭാസമാണ്. അന്തർദേശീയ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏറ്റക്കുറിച്ചിലുകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഏറ്റക്കുറിച്ചിൽ ഇത് ഇന്ന് മാത്രമല്ല, എത്രയോ നാളുകളുമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഇതിനേക്കാൾ എത്രയോ പ്രാവശ്യം വില കൂട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടുത്തെ പൊതുജീവിതത്തെ ബാധിക്കാറില്ല. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വില താന്നുവെന്നും വരും. എത്രയോ പ്രാവശ്യം താത്തിയ വിലയാണത്, താന്നു വന്നിട്ടുള്ളൊരു വിലയാണ്. ഇപ്പോഴൽപ്പം കൂടി എന്നുള്ളതല്ലേ ഉള്ളൂ. അതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. രാവിലെ മുതൽ ഉച്ചവരെ 2 വാർഡുകളിലെങ്കിലും പ്രചാരണം നടത്തും. ഉച്ചയ്ക്ക് ശേഷം പാർട്ടി യോഗങ്ങളും പ്രചാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗങ്ങളും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് കേന്ദ്ര നേതൃത്വവും അതുപോലെ RSSന്റെ ഒരു നിയന്ത്രണത്തിലുമാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. ഇതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു മുറുമുറുപ്പുണ്ട്. അത്തരത്തിൽ ചില നേതാക്കളെങ്കിലും ആ തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലയിരുത്തലോ കാഴ്ചപ്പാടോ? BJP എന്നും ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അവർ എല്ലാവരും ചേർന്ന് രൂപീകരിക്കുന്ന കമ്മിറ്റികൾ, ആ കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്ത് വരുന്ന ഉന്നത തലത്തിലുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയും കോർ ഗ്രൂപ്പും അങ്ങനെ ഒരു പ്രവർത്തന സംവിധാനത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാ കാര്യങ്ങളും നേതൃത്വം ചർച്ച ചെയ്തതിന് ശേഷം തന്നെയാണ്. പിന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകർ BJPയിലുണ്ട്, ഇല്ല എന്ന് പറയും. ഞാനും ഒരു പ്രവർത്തകരാണ്, മറ്റു പലരും അതെ. അത് വ്യക്തി നിർമ്മാണത്തിന് വേണ്ടി മാത്രം രൂപീകൃതമായിരിക്കുന്ന രാഷ്ട്ര പുനരുദ്ധാരണത്തിന് വേണ്ടി, പുനർനിർമ്മാണത്തിന് വേണ്ടി ഇവിടെയുള്ള ജനങ്ങളെ കരുപ്പിടിപ്പിക്കുക, നിർമ്മിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകർ BJPയിലുണ്ട്, മറ്റു പല സംഘടനകളുമുണ്ട്, വനവാസികളുടെ ഇടയിലുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, തൊഴിലാളി രംഗത്തുണ്ട്, പല രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ നിയന്ത്രണം RSS ആണ് വഹിക്കുന്നത് എന്ന് പറയാൻ ഒരു കാരണവശാലും സാധ്യമല്ല. അങ്ങനെ ഇടപെടാറില്ല. എല്ലാ കാര്യങ്ങളും BJPയുടെ കാര്യം BJP തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ തന്നെ എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ എൻ്റെ മണ്ഡലത്തിലും ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുണ്ട്. ദിവസവും രാത്രിയിൽ അവർ ഒരുമിച്ച് കൂടാറുണ്ട്. അതിൽ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരുണ്ട്, മണ്ഡലത്തിൻ്റെ ബൂത്ത് ചുമതല വഹിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ആവശ്യമായിട്ടുള്ള എന്ത് സഹായവും ചെയ്തു കൊടുക്കുക, BJP ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ
പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നവരാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകർ, RSന് പ്രവർത്തകർ. അവർ അതുകൊണ്ട് തന്നെ വേണ്ട പിന്തുണയും സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ രംഗത്ത് ഇപ്പോൾ വളരെ സജീവമാണ്, സക്രിയമാണ്. 1987 തിരുവനന്തപുരം ഈസ്റ്റിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച ശേഷം ഇക്കുറി അംഗത്തിനിറങ്ങുന്ന കുമ്മനത്തിന് മാറിയ കാലത്തിൻ്റെ അടിത്തടകളും നല്ല വശം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇന്ന് നേതാവിനൊപ്പം എന്ന പരിപാടിയിൽ ചേർന്നത്. ഏതായിരുന്നാലും വളരെയധികം നന്ദി രാജൻ.